ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും വെളിപ്പെടുത്തൽ. ദ്വാരപാലക ശില്പങ്ങൾക്ക് പ്രത്യേകമായി താങ്ങുപീഠം നിർമ്മിച്ചു നൽകിയിരുന്നെന്നും അതെവിടെയാണെന്ന് അറിയില്ലെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. ദ്വാരപാലക ശില്പങ്ങളുടെ ഭാരം 4 കിലോ കുറഞ്ഞതിൽ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബാംഗ്ലൂർ മലയാളിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് 2019 വഴിപാടായി ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾക്ക് സ്വർണം പൂശി നൽകിയത്. 394.6 ഗ്രാം സ്വർണമാണ് അതിനായി ഉപയോഗിച്ചത്. 2020 ശില്പത്തിനൊപ്പമുള്ള താങ്ങുപീഠങ്ങളുടെ നിറം മങ്ങിയെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. സ്വർണം പൂശി നൽകിയ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പുതിയതായി 3 പവന്റെ പീഠം കൂടി നിർമ്മിച്ചു നൽകി. കോവിഡ് കാലമായതിനാൽ നേരിട്ടെത്താതെ കൊടുത്തുവിടുകയായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്നു. ഈ താങ്ങ് പീഠം എന്ന് പറഞ്ഞ ഏറ്റവും താഴെ ദ്വാരപാലകരെ താങ്ങി നിർത്തുന്ന ഒരു പീഠമുണ്ട്. ആ പീഠത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്വർണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ ബോർഡ് ശ്രദ്ധയിൽപ്പെടുത്തി. അന്ന് കൊറോണ അതിദുരൂഹമായിരിക്കുന്ന ഒരു സമയമായിരുന്നു. നേരിട്ട് പോയി ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. കാരണം ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വന്നാൽ തിരിച്ച് നമ്മളവിടെ ചെല്ലുമ്പോഴും ഏകദേശം 28 ദിവസത്തോളം ക്വാറന്റൈനിൽ നിന്നൊരു പ്രപ്പോസലിലേക്ക് നിൽക്കേണ്ടി വരും. ശബരിമല തന്നെ 100 പേർക്ക് മാത്രമേ അനുമതിയോടെ കയറി പോകാനുള്ളൊരു അനുവാദം ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബോർഡ് നിർദ്ദേശിച്ചനുസരിച്ച് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അതിൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇന്ന് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു തവണ സ്വർണം പൂശി നമ്മൾ സമർപ്പിച്ചത് തിരിച്ചെടുക്കുന്നത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. നിലവിൽ പീഠം എവിടെയുണ്ടെന്ന് വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതേസമയം സ്വർണ്ണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം കുറഞ്ഞതിൽ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ലോഹത്തിന്റെ ഭാരം 4.5 കിലോ കുറഞ്ഞത് എങ്ങനെയെന്നാണ് ചോദ്യം. 2019 ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് 42 കിലോ 800 ഗ്രാം ആയിരുന്നു ഭാരം. 1.25 മാസത്തിനു ശേഷം ഭാരം 38 കിലോ 258 ഗ്രാമായി. അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശമിരിക്കെ 4 കിലോ 541 ഗ്രാം ഭാരം കുറഞ്ഞു. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.